നമസ്കാരം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായ അംബേദ്കറുടെ ഒരു വാക്ക് എനിക്ക് ഓർമ്മ വരികയാണ്. ജാതി ഒരു മാനസികാവസ്ഥയാണ്, അതൊരു മാനസിക രോഗവുമാണ്. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ MP സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയും മാനസിക രോഗവും എനിക്ക് മനസ്സിലായി. ട്രൈബൽ മിനിസ്ട്രി കൈകാര്യം ചെയ്യാൻ ഏതെങ്കിലും ബ്രാഹ്മണനെയോ നായിഡുവിനെയോ ഏൽപ്പിക്കണം എന്നാണ് സുരേഷ് ഗോപിയുടെ അഭിപ്രായം. അതായത് ട്രൈബൽ മിനിസ്ട്രി കൈകാര്യം ചെയ്യാൻ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അതിനുള്ള കഴിവില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതേ മാനസികാവസ്ഥയാണ് ഭരണഘടനാ രൂപീകരണത്തിന് മുമ്പ് ഈ വിഭാഗത്തിൽപ്പെട്ടവരെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തിയതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒരു MP-യുടെ നാവിൽ നിന്ന് തന്നെ ഇങ്ങനെ കേൾക്കേണ്ടി വരിക എന്ന് പറയുന്നത് എത്രമാത്രം കഷ്ടമാണ്. അതും 1950 കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. ഇതിന് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറ്റം പറയേണ്ടത് തൃശ്ശൂരിൽ നിന്നും അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത, ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്ത തൃശ്ശൂർ ജനതയെയാണ് എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഒരു ചൊല്ലുണ്ട്, പഠിച്ചതേ പാടൂ എന്ന്. ഇദ്ദേഹമൊക്കെ അരങ്ങ് വാണിരുന്ന കാലത്തെ സിനിമകളിലെ നായക കഥാപാത്രങ്ങളെ ഒന്ന് ഓർത്തു നോക്കാം. ജഗന്നാഥൻ, പല്ലാവൂർ ദേവനാരായണൻ, ഭരത് ചന്ദ്രൻ, ഇവരൊക്കെ പൂണൂലിട്ടവരോ നാലുകെട്ടിൽ ജീവിക്കുന്നവരോ ഒക്കെയാണ്. അതായത് കച്ചവട സിനിമകളും കച്ചവടത്തിൻ്റെ കലകളും അന്ന് തുടർന്നിരുന്ന സാമൂഹ്യ ദുരവസ്ഥയുടെ അതേ മാടമ്പിത്തരങ്ങൾ നമ്മുടെ മനസ്സുകളിൽ നിറച്ചു വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഭാഗത്ത് നിന്നും ആ സംസ്കാരത്തിൽ നിന്നും വരുന്ന ഒരാളുടെ നാവിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ വളർന്നു വരുന്നതിലോ പറയുന്നതിലോ എനിക്കൊരു അത്ഭുതവും തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇതേ സുരേഷ് ഗോപിക്ക് ദേശീയ അവാർഡ് മേടിച്ചു കൊടുത്ത കണ്ണൻ പെരുവണ്ണാൻ കളിയാട്ടം സിനിമയിലേത്, ആ കഥാപാത്രത്തെ ഇദ്ദേഹത്തെ ബോധപൂർവം മറന്നു. ഇപ്പൊ അദ്ദേഹം പറയുന്നത് കണ്ണൻ പെരുവണ്ണാനെ പോലത്തെ ആളുകളുടെ ജീവിതത്തിന് പുരോഗതി ഉണ്ടാകണമെങ്കിൽ പൂണൂലിട്ട ബ്രാഹ്മണൻ തന്നെ അവതരിക്കണം എന്നാണ്. എന്താണല്ലേ വിപരീതാഭാസം. പക്ഷെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ജാതി വ്യവസ്ഥയെ പ്രൊമോട്ട് ചെയ്ത മലയാള സിനിമകൾ, അല്ലെങ്കിൽ ഈ വരേണ്യ വിഭാഗത്തിനെ നായകവൽക്കരിച്ചിരുന്ന മലയാളം സിനിമകൾ കണ്ട് കൈയടിച്ചവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതേ MP പണ്ട് പറഞ്ഞിരുന്നു, അടുത്ത ജന്മത്തിൽ അയ്യപ്പനെ നേരിട്ട് സേവിക്കാൻ എനിക്ക് പൂണൂലിട്ട ബ്രാഹ്മണനാവണം, ശബരിമലയ്ക്കകത്തെ തന്ത്രിയാവണം, ഞാൻ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു എന്ന്. ഈ രണ്ട് കാര്യങ്ങളും തന്നെയാണ് ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനം. പൂർവജന്മത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചും പറഞ്ഞ് പേടിപ്പിച്ച് അധ്വാനിക്കാതെ വിയർപ്പൊഴുക്കാതെ പാലഭിഷേകവും നെയ്യഭിഷേകവും ഒക്കെ നടത്തി മറ്റുള്ളവന്റെ ഭയത്തെ ദുരുപയോഗപ്പെടുത്തി ജീവിച്ചവരാണ് ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാന കാരണക്കാരായിട്ടുള്ള ആളുകൾ. അവര് ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടിയോ ചെയ്യുന്ന മോശം കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടിയോ ഉപയോഗിച്ച തന്ത്രങ്ങളോ വാദങ്ങളോ ആണ് പുനർജന്മം എന്ന് പറയുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്ത ആള് ബ്രാഹ്മണനായി ജനിക്കുന്നു എന്നും പാപങ്ങൾ ചെയ്തവൻ ശൂദ്രനോ അല്ലെങ്കിൽ അയിത്തക്കാരനോ ആയി ജനിക്കുന്നു എന്നും പറയുന്നത് അവന്റെ വിധിയിലുള്ള അവന്റെ വിശ്വാസത്തെ ദുരുപയോഗപ്പെടുത്തി അവൻ മുഖ്യധാരയിലേക്ക് മുന്നോട്ട് വരാതിരിക്കാനുള്ള പഴുതുകൾ മുഴുവനും അടയ്ക്കുക എന്ന കൃത്യമായ കുടില തന്ത്രമാണ്. അതേ തന്ത്രമാണ് തൃശ്ശൂരിന്റെ MP നമ്മളോട് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അംബേദ്കർ പണ്ട് ഹിന്ദുക്കളോട്, ജാതി ഹിന്ദുക്കളോട് അങ്ങനെ തന്നെ പറയണം, ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ മനുഷ്യന്മാരെ അല്ലെങ്കിൽ ഹിന്ദുക്കളെ 4 വർണ്ണങ്ങളായി തിരിച്ചു. ചാതുർവർണ്ണ്യം, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇത് കൂടാതെ ഈ വർണ്ണങ്ങളിൽ പെടാത്ത കുറച്ച് ആൾക്കാരെയും സൃഷ്ടിച്ചു, അന്ന് അയിത്തക്കാർ എന്ന് അറിയപ്പെട്ടിരുന്നവർ. അംബേദ്കർ ചോദിക്കുക, മനുഷ്യന്മാർക്ക് നിങ്ങൾ 4 വർണ്ണങ്ങൾ സൃഷ്ടിച്ചു, പക്ഷേ ഞങ്ങളെ അതിൽ പോലും പെടുത്തിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ മനുഷ്യന്മാരായിട്ട് പോലും കണക്കാക്കുന്നില്ലേ എന്നാണ്. അപ്പം മനുഷ്യന്മാരായിട്ട് പോലും കണക്കാക്കാത്ത ഒരു വിഭാഗത്തിനോട് അംബേദ്കർ നടത്തിയ തുറന്ന യുദ്ധമാണ് നമ്മൾ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ കണ്ടത്. അംബേദ്കറിന് ബ്രിട്ടീഷുകാർ പോലും
ജാതി ഹിന്ദുക്കളുടെ താഴെ മാത്രമുള്ള ശത്രുക്കളായിരുന്നു. ഒരു ഹിന്ദുവാണ് എന്ന് പറയുന്ന ആരെയും അംബേദ്കർ നിശിതമായി വിമർശിച്ചിരുന്നത് അദ്ദേഹത്തിന് ഈ ജാതി ഹിന്ദുക്കളിൽ നിന്ന് നേരിടേണ്ടി വന്ന ഇത്രയും വലിയ അപമാനം കൊണ്ടാണ്. മഹാത്മാഗാന്ധി പോലും ആ വിമർശനത്തിന് ഇരയായി എന്നുള്ളതാണ് ചരിത്ര സത്യം. ജന്മങ്ങളിലെ പാപത്തെ കാണിച്ച് പേടിപ്പിച്ച് ഒരു ജനതയെ ജാതിയുടെ പേരിൽ അധിക്ഷേപിച്ച് അവന്റെ ആത്മാഭിമാനത്തെ മുഴുവനും തകർത്തപ്പോ അവന്റെ വിശ്വാസ സംഹിതകളിൽ പോലും വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയ അതേ കാലത്താണ് മറ്റ് മതങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. ഈ മതപരിവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തപ്പെട്ട വിഭാഗം ഇന്ത്യയിൽ നിന്നാണ്. ക്രിസ്തു മതത്തിലേക്കായാലും മുസ്ലിം മതത്തിലേക്കായാലും അങ്ങനെ നാനാവിധ മതങ്ങളിലേക്ക് ജനങ്ങള് പരിവർത്തനം ചെയ്യപ്പെട്ടത് ആത്മാഭിമാനം തേടിയാണ്. പക്ഷെ ആ പരിവർത്തനം ചെയ്യപ്പെട്ട ആളുകൾക്ക് ഇന്ന് അനുഭവിക്കേണ്ടത് വേറെ കാര്യം, അത് വേറൊരു വിഷയമാണ്. പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടും ആ പാവങ്ങൾക്ക് അവിടെയും അവഗണന സഹിക്കേണ്ടി വന്നു എന്നുള്ളതും ഒരു ചരിത്രം തന്നെയാണ്. അതായത് മതങ്ങളും ജാതിയും ഒക്കെ പരാജയപ്പെട്ടിടത്ത് സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം കുറച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കൾ വിജയിച്ചു. അതാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഇന്ത്യൻ ഭരണഘടനയിലൂടെ രാജ്യം ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവകാശങ്ങൾ നൽകി. ആ അവകാശങ്ങൾ ഉപയോഗിച്ച് അവര് പഞ്ചായത്ത് മെമ്പർ മുതൽ ഇന്ത്യൻ രാഷ്ട്രപതി വരെയുള്ള സ്ഥാനങ്ങൾ അലങ്കരിച്ചു. അപ്പോൾ മതത്തിനും സാമൂഹ്യ വ്യവസ്ഥയ്ക്കും ചെയ്യാൻ കഴിയാത്തത് വിപ്ലവകാരികളായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ചെയ്തു കാണിച്ചു കൊടുത്തു. അപ്പൊ രാഷ്ട്രീയപരമായി കാര്യങ്ങളെ മനസ്സിലാക്കുകയും മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുക എന്നുള്ളതാവണം ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്. അല്ലാതെ ചരിത്രത്തിന്റെ താളുകളിൽ പിറകോട്ട് സഞ്ചരിക്കലല്ല, അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വക്താവാകുകയല്ല ഒരു MP ചെയ്യേണ്ടത്. ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സിനിമാ നടന്റെ വിടുവായത്തരമായി ഈ കാര്യത്തെ നമുക്ക് ലഘൂകരിക്കാൻ കഴിയില്ല. ഇത് ഇന്ത്യൻ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്. ഇന്ത്യൻ ഭരണഘടനയോടുള്ള ഈ വെല്ലുവിളിയെ നിശിതമായി വിമർശിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. 10% താഴെ വരുന്ന ഒരു വരേണ്യവർഗത്തിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു ഭരണകൂടം, കൂടാതെ ആ ഭരണകൂടത്തിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന മുതലാളിമാർ, ഈ 3 ശക്തികളും ചേർന്ന് രാജ്യത്തെ അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും പഴയ കെട്ട സാമൂഹ്യ വ്യവസ്ഥയിലേക്കും പിടിച്ചു വലിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും പോലത്തെ ആളുകളുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസവും രാഷ്ട്രീയ ഇച്ഛാശക്തിയും മാത്രമേ ബദലായി നിലകൊള്ളാൻ സാധിക്കൂ. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ജാതി ഒരു മാനസികാവസ്ഥയാണ്, അതൊരു മാനസിക രോഗവും കൂടിയാണ്. ജയ് ഹിന്ദ്, ജയ് ജഗത്.